മോട്ടോർ വാഹന നയം പ്രഖ്യാപിക്കണമെന്നും ഓട്ടോ ടാക്സി നിരക്ക് കാലോചിതമായി പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് CITUവിന്റെ നേതൃത്വത്തിൽ ഓട്ടോ ടാക്സി ഫെഡറേഷൻ കാഞ്ഞങ്ങാട് RD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU Zindabad. Auto Taxi Workers Federation Zindabad. Auto Taxi Workers Federation Zindabad. Inkulab Zindabad. Inkulab Zindabad. CITU Zindabad. CITU Zindabad. Auto Taxi Workers Federation Zindabad. Auto Taxi Workers Federation Zindabad. മോട്ടോർ വാഹന നയം പ്രഖ്യാപിക്കുക, പെട്രോളിയം ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കുക, ഓട്ടോ ടാക്സി നിരക്ക് കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ ടാക്സി ഫെഡറേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് RD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CITU ജില്ലാ സെക്രട്ടറി TK രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് ഒരു സുരക്ഷിതത്വം കിട്ടുന്നില്ല എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. നിലവിലുള്ള നിയമത്തിന് വിധേയമായിട്ട് ഒരു ആനുകൂല്യം കിട്ടുന്ന തൊഴിലാളിക്ക് പണിയെടുത്താൽ ജീവിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കണമെന്ന ന്യായമായ ആവശ്യമാണ് എക്കാലവും ഞങ്ങൾ ഉയർത്തിയത്. നിങ്ങൾ നോക്കൂ, ഏറ്റവും ഒടുവിൽ 2011 അവസാനമാണ് പെട്രോളിന്റെ മേലെ ക്രമാതീതമായി വിലക്കയറ്റം വന്നപ്പോൾ ഒരു പ്രക്ഷോഭ സമരം നടത്തി നിലവിലുള്ള മിനിമം ചാർജ് 10 രൂപയിൽ നിന്ന് 12 രൂപയെ വർദ്ധിപ്പിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട ഓട്ടോമൊബൈൽ വ്യവസായവുമായി ബന്ധപ്പെട്ട വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിന്റെ തിക്തഫലം അനുഭവിക്കുന്ന ആദ്യത്തെ തൊഴിലാളി ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളാണ്. അവർ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന 75% എന്ന തൊഴിലാളി സ്വയം തൊഴിൽ കണ്ടെത്തുന്ന തൊഴിലാളിയാണ്. കെട്ടുതാരി പണയം വെച്ചും അല്ലെങ്കിൽ അമ്മയുടെ താരി പണയം വെച്ചും 10 സെന്റ് പണയം വെച്ചും ഫൈനാൻസുകാരിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടാണ് ഒരു ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളി അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ വാങ്ങുന്നത് യാഥാർത്ഥ്യം നമ്മുടെ സമൂഹം അംഗീകരിക്കണം. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഞങ്ങൾ സർവേ നടത്തിയപ്പോൾ ഓരോ ജില്ലക്കകത്തും 47% തൊഴിലാളികൾ അഭ്യസ്തവിദ്യരാണ്. നമ്മുടെ RTO അധികാരികളും പോലീസ് ഓഫീസർമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രംഗത്തെ തൊഴിലാളി നിങ്ങളുടെ ദൃഷ്ടിയിൽ കാത്തിയിട്ട മോട്ടോർ തൊഴിലാളിയാണ്, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എന്നാൽ അതിനകത്ത് ബിരുദധാരികളും ബിരുദാനന്ദ ബിരുദധാരികളും അക്കാദമിക് പാണ്ഡിത്യവും എന്തിനേറെ പറയുന്നു നിയമബിരുദമുള്ള കായിക ശേഷിയുള്ള ഒരുപക്ഷെ നാളെ ഒരു മത്സര പരീക്ഷ നടത്തിയാൽ സ്വതന്ത്രമായ ഒരു നിഷ്പക്ഷമായ ഒരു മത്സര പരീക്ഷ നടന്നാൽ ഈ കാഞ്ഞങ്ങാട്ട് ഏരിയക്കകത്തെ ഈ കൂട്ടത്തിലുണ്ടെന്ന് യാഥാർത്ഥ്യം നമ്മുടെ അധികാരികൾ മനസ്സിലാക്കണം. നിവർത്തികേട് കൊണ്ടാണ് ജോലിക്ക് വരുന്നത്. വേറെ ജോലി കിട്ടിയാൽ ഈ പണിക്ക് ആളെ വെക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു സംരക്ഷണമില്ലല്ലോ. ജോലിക്ക് പോയാൽ വരുമാനം കിട്ടുന്നതിന് ഉറപ്പുണ്ടോ? മറ്റെല്ലാ മേഖലയിൽ ജോലിക്ക് പോയാൽ കൂലി കിട്ടുമെന്ന് ഉറപ്പുണ്ട്, ശമ്പളം കിട്ടുമെന്ന് ഉറപ്പുണ്ട്, ആഴ്ചക്കൂലി കിട്ടുന്ന തൊഴിലാളിയുണ്ട്, മാസവേതനം കിട്ടുന്ന തൊഴിലാളിയുണ്ട്, കരാർ തൊഴിലാളികളുണ്ട്, കോൺട്രാക്ട് തൊഴിലാളികളുണ്ട്. ഒരു നിശ്ചിത വോളിയം മണ്ണ് മാറ്റുന്ന തൊഴിലാളിക്ക് കൂലി കിട്ടും. ഇവിടെ ടാക്സി ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വണ്ടിയുമായി വന്ന് നിന്നാൽ ചൂണ്ടൽക്കാരൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കും പോലെയാണല്ലോ. ഒരു യാത്രക്കാരന് വണ്ടി കയറി കിട്ടിയാൽ മാത്രമല്ലേ വരുമാനമുള്ളൂ. അങ്ങനെ വരുമാനം കിട്ടിയിട്ട് തൊഴിലാളിക്ക് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നയസമീപനത്തിന്റെ ഭാഗമായി കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഓരോ ദിവസം കഴിയുന്നതും വർദ്ധിക്കുകയാണ്. 61 രൂപ പെട്രോളിന് വിലയുണ്ടായപ്പോഴാണ് 12 രൂപയ്ക്ക് നിശ്ചയിച്ചത്. ഇപ്പോൾ വില 71 രൂപ 15 പൈസയാണ്. ഡീസലിന്റെ മേലെ 41 രൂപ കൂടി. ഏത് സമയത്തും കൂടുമെന്നാണ് പത്രം പറയുന്നത്. ഇപ്പോൾ പറയുന്നത് പെട്രോളിയം വില നിർണ്ണയിക്കാൻ അവകാശം കമ്പനിക്ക് കൊടുത്തു. കൂടെ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിന്റെ മന്ത്രിസഭാ ഉപസമിതി ഇന്നലെ ചേർന്ന് ഡീസലിന്റെ വില നിശ്ചയിക്കാൻ അവകാശവും കമ്പനിക്കാരന് കൊടുത്തത്. 7 രൂപ 90 പൈസ പെട്രോളിന്റെ വില കൂട്ടണമോ 5 രൂപ 85 പൈസ ഡീസലിന്റെ വില കൂട്ടണമോ എന്ന തർക്കം മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏത് സമയത്തും വർദ്ധിക്കാം. ഞങ്ങൾ കേരളീയ സമൂഹത്തിന് മുമ്പാകെ ചോദിക്കട്ടെ, 7 രൂപ 90 പൈസ വർദ്ധിപ്പിച്ചാൽ ഈ ഓട്ടോറിക്ഷ തൊഴിലാളി എങ്ങനെ ജീവിക്കും? ഡീസലിന്റെ വില ഉയർകൂട്ടിയാൽ എങ്ങനെ ജീവിക്കാൻ വേണ്ടി സാധിക്കും? സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ ഇത് ഞങ്ങൾ മാത്രം ബാധിക്കുന്ന വിഷയമാണോ? പൊതുവെ ഉപഭോക്തൃ സംസ്ഥാനമായി കേരളത്തിൽ എല്ലാ സാധനവും മറ്റു സംസ്ഥാനത്ത് വരണം. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുമ്പോൾ സ്വാഭാവികമായി കടത്തുകൂലി കൂടും. നമ്മുടെ ജീവ നിലവാരം തകരും. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ കടുത്ത വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. K. ഉണ്ണിനായർ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അപ്പുകുട്ടൻ, ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കാറ്റാടി കുമാരൻ, കുഞ്ഞമ്പു, TV വിനോദ് എന്നിവർ പ്രസംഗിച്ചു.